വണ്ടി എവിടെയാടാ? ലൈറ്റ് എടുക്കുന്ന മൈനവ് വരാപ്പുഴ കേട്ടാ. അതിന്റെ അടുത്ത് തന്നെ മിക്കവാറും 1,50,000 രൂപയുടെ സാധനങ്ങളാണ് ആ വണ്ടിക്കകത്തുള്ളത്. അത് എന്നെങ്കിലും ഒരെണ്ണം പോയാണ്ടല്ല വരട്ടെ കാണൂടെ. നോക്കാം. എടാ ജങ്കാറം നടപ്പിച്ച അടേ ദാണ്ട മൈലവ് വാരാപ്പുഴ. ഈ വണ്ടി എവിടെ എല്ലാം കാണൂടെ. ഇതൊക്കെ എവിടെ പോവാൻ, ആരെടുത്തോണ്ട് പോവാനാണ്? ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സൂര്യ ടിവിയുടെ ഏറ്റവും പുതിയ ഗെയിം റിയാലിറ്റി ഷോയായ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വായിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് നിങ്ങൾ കാത്തുനിന്ന മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ISSD റിക്വയർ എ ജോബ് അക്വയർ എ സ്കിൽ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ഹാപ്പി. അതായത് നമ്മൾ പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് തേഞ്ഞൊട്ടി, ഞങ്ങൾ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയും, തേഞ്ഞൊട്ടി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് അടിക്കും, ഫുൾ സാധനം നമ്മുടെ കയ്യിൽ പോരും. അതാണ് ഈ ഗെയിം. എന്നാ എല്ലാം നേടി നിൽക്കുന്നവനോ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ താഴെ വീഴുകയും ചെയ്യും. ഒന്നുമില്ലാതെ വീട്ടിൽ പോകേണ്ടി വരും. മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ. അപ്പൊ വരാപ്പുഴയിലെ നല്ല പെട്ടക്കണ 6 പേരെ മിടുക്കന്മാരെ മിടുക്കികളെ നമ്മൾ ഇങ്ങോട്ട് വേദിയിലേക്ക് അടിച്ചു കയറി വേട വേദിയിലേക്ക് വിളിക്കാൻ പോവാണ്. ആൻഡ് ഹിയർ വി വെൽക്കം ദ ഫസ്റ്റ് 6 contestants ഓഫ് അടിച്ചു കയറി വാ. അളിയാ, ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്ത് പ്രശ്നം? അളിയൻ ആ കൊച്ചിനെയും പിടിച്ചോണ്ടിരിക്കുന്ന ആ അമ്മയെ കണ്ട? പിന്നെ അമ്മയുടെ മുഖത്തൊരു വിഷമം ഇല്ലേ? അപ്പുറത്തേക്കുന്ന ചേട്ടന്റെ മുഖത്താണ് കൂടുതൽ വിഷമം ഞാൻ കാണുന്നത്. കണ്ണാടി വെച്ച് ഈ രാത്രി പാതിരാത്രി കാണാൻ ഉണ്ടാവുക അയാൾക്ക്. കണ്ണീര് കാണാതിരിക്കാൻ പറ്റതാണോ എന്നൊരു സംശയമുണ്ട്. ഇനിയും ഒരു 2 കണ്ടസ്റ്റൻസിനെ വരെ ഈ വേദിക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുകയാണ്. അപ്പൊ ഈ 8 പേരും 2 പേർക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. 2 പേർക്കേ പറ്റുള്ളൂ. 2 പേർക്കേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതായിരുന്നു മനസ്സിലായ? സൂര്യ ടിവിയിലെ 8:30 പോകുന്ന ഏത് സീരിയലാ? കോൺസ്റ്റബിൾ മഞ്ജു. അടിപൊളി. പൊന്നു വിജയ്, കോൺസ്റ്റബിൾ മഞ്ജു ഇവിടെ കിടന്ന് ഉറക്കെ കൂവിയ മുതലിനെ നീ കണ്ട? അവനെ ഈ ജെൻസി കിറ്റെന്തോണ് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അവൻ. കണ്ട, അവൻ വരെ കാണുന്നുണ്ട് നമ്മുടെ സൂര്യ ടിവിയിലെ കോൺസ്റ്റബിൾ മഞ്ജു സീരിയൽ. അപ്പൊ മത്സരത്തിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഗുണ്ടാഗിരിയോട് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ആരാണ് മഞ്ജു? മഞ്ജു കോൺസ്റ്റബിൾ ആണ്. മഞ്ജുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മഞ്ജുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് മഞ്ജുവിന്റെ കുടുംബമാണ്. അതായത് എൻ്റെ അച്ഛൻ മാധവൻ. എൻ്റെ അച്ഛന്റെ ജോലിയാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ മോളെ പോലെ ഞാൻ വളർത്തിയ ഒരാളാണ് എൻ്റെ അനിയത്തി മഹിമ. മഹിമ ഇപ്പം ഡോക്ടർ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. മഹിമയുടെ കല്യാണം കഴിഞ്ഞു. മഹിമയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗിരിയേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മുകുന്ദൻ വക്കീല്. ഇനി ഒരു സഹോദരനും കൂടെ ഉണ്ട്, മഹേഷ് എന്നാണ് എൻ്റെ ബ്രദറിന്റെ പേര്. അതായത് നിങ്ങളിൽ ആരാണ് ആദ്യം ഇവിടെ മത്സരിക്കാൻ പോകുന്ന 2 പേരെന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും. അതിന് ആർക്കാണ് ഉത്തരം അറിയാവുന്നത് അവർ കൈപൊക്കുക. ഉത്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മഞ്ജുവിന്റെ അച്ഛന്റെ പേരെന്താണ്? അറിയാവുന്നവരോടെ നിൽക്കൂ. ഇല്ല ഇവിടെ മഞ്ജുവിന്റെ സഹോദരന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് മാധവൻ, അനിയന്റെ പേര് മഹേഷ്. മഹേഷും മാധവനും. ഓക്കെ, ഇനി ഇവിടെ മഹേഷും
മാധവനും. മഹേഷും മാധവനും. ഓക്കെ, ഉത്തരം ശരിയാണോ? നിങ്ങൾ പറയൂ. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. അപ്പോ ഓഡിഷനില് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുകയും ഇപ്പോൾ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുകയും ചെയ്ത ജസ്നയും ഈ സൈഡിൽ നിന്ന് മത്സരിക്കാൻ ജോയിൻ ചെയ്യുന്നു. ഒപ്പോ ഒരു ലോറി നിറയെ വീട്ടുപകരണങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 1,05,000 വിലമതിക്കുന്ന ഹോം അപ്ലയൻസസ് ആണ് നിങ്ങളിൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തൊക്കെയുണ്ടെന്ന് തിരിഞ്ഞു നോക്കൂ. എയർ ഫ്രയർ, AC, തേപ്പ് പെട്ടി, മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, പ്യൂരിഫയർ, ടിവി, ഫ്രിഡ്ജ്, കെറ്റില്, അങ്ങനെ മൊത്തം ഒന്നും നോക്കണ്ട. 1,05,000 വിലമതിക്കുന്ന സമ്മാനങ്ങളും കൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം ജിസ്നെ. എന്റെ ടീമാണ്. എന്റെ മുമ്പിൽ എന്നെ തോപ്പിക്കരുത്. അതൊക്കെ എപ്പോഴും നമ്മളൊക്കെ ഒരു ടീമല്ലേ? ഇപ്പൊ അങ്ങനല്ല അളിയാ. ഇനി മത്സരം കഴിയുന്നവരെ നീ വേ, ഞങ്ങള് റേ. അപ്പൊ അതായത് ഈ സെറ്റ് മുഴുവനുള്ളവര് നമ്മളെ ജസ്ന ഫാൻസ് നന്നായിട്ടൊന്ന് കൈയടിച്ച് അങ്ങനെ ഞങ്ങൾ ആരംഭിക്കുന്നു മൈജി ഫ്യൂച്ചർ അടിച്ച് കേറിവ വരാപ്പുഴ എപ്പിസോഡിലെ ആദ്യത്തെ ലെവൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എന്താണ് നമുക്ക് നോക്കാം. 5,000 രൂപയുടെ എയർ ഫ്രയർ ആൻഡ് അയൺ ബോക്സ്. സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കണമല്ലോ അല്ലേ? സിമ്പിൾ ആണ്. ഈ ഗെയിമിന്റെ പേര് സാരി ഉടുപ്പിക്കലടാ. ആ കൊച്ചത് പ്രതിമയടാ, വെറുതെ വിടറ. ഒന്നുമില്ല. ഇവിടെ ഒരു സാരി ഉണ്ട്, ഇവിടെ ഒരു മാനിക്കൻ ഉണ്ട്. ഇതിനെ അങ്ങോട്ട് ഒടിപ്പിക്കണം. അത്രേ ഉള്ളൂ പരിപാടി. 90 സെക്കൻഡിലാണ് സാരി ഒടിപ്പിക്കേണ്ടത്. ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങിയാലോ? ചേച്ചിയാണ് മത്സരിക്കാൻ പോണത്. ഒറ്റ കൈ കൊണ്ട് കേട്ടെ, ഞാനൊരു കൂലിക്ക് ഒരു 7 പേരെ കൂടെ വിളിക്കട്ടെ. എന്റെ പൊന്നു ചേച്ചി ഒറ്റയ്ക്ക് ചുമ്മാ അങ്ങ് സിമ്പിൾ ആയിട്ട് സാരി കൊടുത്തു കൊടുക്കും. മറ്റേ കൈ വെച്ച് ഭർത്താവായിട്ട് തല്ലുകൂടാണെന്ന് വിചാരിക്കും. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. 90 സെക്കൻഡുകളാണ്. റെഡി ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് നൗ. എന്റെ ജാൻസി ചേച്ചി 90 സെക്കൻഡ് ആണ് ഉള്ളത്. എളുപ്പം എനിക്ക് ഓടിപ്പിക്കും. മറ്റേ സീനാണ് അവർ വരുന്നത്. മറ്റേ ഇന്നസെന്റ് പറയൂലേ, ഈ ഡബിൾ ബോണ്ട് കണ്ടുപിടിച്ചവന്റെ അപ്പനെ വിളിക്കണം. അതുപോലെ സാരി ഇങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് ചുറ്റി വാ. ചുറ്റി അങ്ങോട്ട് ഇട ചേച്ചി. ചേച്ചി പാവാട ഊരരുത് പ്ലീസ്. മാനം പോകും. ബൊമ്മയാണെങ്കിലും മാനമുള്ള ബൊമ്മ. അങ്ങോട്ട് തിരികെ കയറ്റി ഒരു ആണി അടിച്ച് വെക്ക്. അല്ലെങ്കിൽ തുപ്പലിട്ട് ഒട്ടിച്ചെങ്കിലും വൈ. കറക്കി ഇടാക്കോട്ടെ. പ്ലീറ്റ് പ്ലീറ്റ് പ്ലീറ്റഡ് പ്ലേറ്റ് അല്ല പ്ലീറ്റ്. അങ്ങോട്ട് ഉടുക്ക് ചേച്ചി. തോളിലോട്ട് എടുത്തിട്. മഞ്ജു പറഞ്ഞു കൊടു. ചേച്ചി 10 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളൂ. ഞൊറിഞ്ഞു കൊടുക്കരുത്. ഞൊറി, വാട്ട് ഈസ് ഞൊറി മാൻ? ചേച്ചി ഇത് വീണ്ടും ഊരുവാണോ? ചേച്ചി ഇത് ഊരൂലേ? ചേച്ചി adjust ചെയ്ത് pin ചെയ്യ്. 6 പറ്റൂല. 5 സമ്മതിക്കൂല. 4 പോടാ. 3 അയ്യോ. 2 1 Stop, stop, stop. ഇങ്ങനെയൊക്കെയാണോ ചേച്ചി സാരി ഉടുപ്പിക്കണ്ടേ? പോണ സാധനം. 90 സെക്കൻഡ് കൊണ്ട് നീ നമ്മുടെ ജിൻസെ കൊണ്ട് ഈ സാരി ഉടുപ്പിച്ച് എനിക്ക് കാണിച്ചു നീ തരണം. കണ്ടോ ജിൻസി പറമ്പി ജിസ്ന. ജിസ്ന നീ പേര് മാറ്റി അതന്നെ വിളിച്ച് ഞാൻ എന്നെ ഉദ്ദേശിച്ചത്. പറ്റിക്കാൻ നോക്കട്ടെ കേട്ടോ. അഴുക്കപ്പയില് ഓക്കെ ജിസ്ന, ഇവന്റെ കണ്ണിൽ മുളക് പൊരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. ഈ ബൊമ്മയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കണ്ണി കുത്തും. നമുക്ക് കാണാം. ഏ? കയ്യിറ ചേച്ചിയുടെ ദേഹത്ത്. ബൊമ്മയല്ലേ? ജിസ്നയുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആ, come on, come on. ഒന്നുമില്ല, ആ, പേടിക്കണ്ട. സിമ്പിൾ ഈ കൈ പരിപാടി. ഞാൻ മാറ്റി അയ്യോ തരാം. വന്ന് കുഴപ്പമില്ല. Come on, അതല്ല, ജിസ്ന. അച്ഛൻ തീർന്നു പോയി സാരി. വേറൊരു സൈഡ് ഉണ്ട് അതിന്. ആ. ആ. കുഴപ്പമില്ല ജിസ്ന, യു ക്യാൻ ഡു ഇറ്റ്. സിംപിളി ചെയ്യാൻ പറ്റും. കം ഓൺ, എന്തൊക്കെ ചെയ്താലും സാരി കൊണ്ട് ഓട്. ഇതാ സമയം കഴിയാറായി ജിസ്ന. ഒരു 10 സെക്കൻഡ് കൂടെ ഉണ്ട്. ആ. ഓടിവാ. 10 ആ. 9 ആ. 8 അയ്യോ. 7 മാനം മറക്കൂ. 6 5 4 അയ്യോ. 3 2 1 0. സമയം അവസാനിച്ചിരിക്കുന്നു ജിസ്നയുടെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത്രയും പ്രായമുള്ള ചേച്ചി ഉടുപ്പിച്ച സാരിയൊക്കെ അന്തസ് ഞങ്ങളുടെ ജിസ്ന ഉടുപ്പിച്ച സാരി. നിനക്ക് നാടോട്ടാണ്. അയ്യേ, ഇത് കേട്ടാ? ആ സാരി ഉടുപ്പിച്ച ഒരു പെണ്ണിനെ നമുക്ക് ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ? പറ്റൂല. പക്ഷേ ഈ സാരി ഉടുത്ത് ഒരു കുട്ടിക്ക് സുഖമായിട്ട് വെളിയിറങ്ങി നടന്നൂടെ? നിങ്ങൾ തീരുമാനിക്കുക ആർക്കാ സമ്മാനം കൊടുക്കേണ്ടേ? ജിസ്ന ചേച്ചി. ഈ റൗണ്ട് ആര് ജയിച്ചു? ജിസ്ന.
ജിസ്നയ്ക്ക് എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞു കൊടുക്കും മോനെ. ഹെയർ ഫ്രയർ ആൻഡ് അയൺ ബോക്സ് 5000 രൂപ വിലയുള്ളത്. അടുത്ത ലെവലിൽ ഇതിനുള്ള മറുപടി ജിസ്നയ്ക്കും ഗുണ്ടാഗിരിക്കും സിബിനും അവിടെ ഇരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുള്ള സത്യം ചെയ്ത് ഇങ്ങോട്ട് പേപ്പറിൽ എഴുതി തന്നാൽ മതി, ഞങ്ങൾ വായിച്ചിട്ട് തിരിച്ചു തരാം. അപ്പൊ ജിസ്ന പറയൂ, ജിസ്ന എന്ത് ചെയ്യുന്നു? ഞാൻ DPharm കഴിഞ്ഞ് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, അമ്മ, ചേട്ടൻ. അടിപൊളി, ഉഷാറല്ലേ? ഉഷാർ. ചേച്ചിയെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് കുറച്ചും കൂടെ അറിയുന്നുണ്ട്, അറിയാനുണ്ട്. കമോൺ. എന്റെ പേര് ജാൻസി ബോസ്. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ചിറക്കാൻ സ്കൂളിന്റെ അടുത്തുള്ള അംഗൻവാടി ടീച്ചറാണ്. 20 വർഷത്തെ സർവീസ് ഉണ്ട്. പ്രിയപ്പെട്ട വാരാപ്പുഴക്കാരെ, ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനും കിട്ടും സമ്മാനം. മാംഗല്യം തന്തുനാനെ സീരിയലിലെ നായകൻ ഗൗതം ആരുടെ മകനാണ്? ആർക്കറിയാം? ആർക്കറിയാം? ഉത്തരം പറ. നിർമ്മലയുടെ മകൻ. ഉത്തരം ശരിയാണ്. കറക്റ്റ് ആണ്. ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ് ആണ് ചേച്ചിക്ക് ലഭിക്കാമോ? നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്ത ലെവലിലേക്ക് പോകുമ്പോ നമ്മുടെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ബിഡ് ചെയ്യണം. ഇനി ലെവൽ 2 എങ്ങാനും നമ്മുടെ ജാൻസി റാണി ചേച്ചി ജയിച്ചാ ഉണ്ടല്ലോ, എങ്ങാനുമല്ല ജയിച്ചിരിക്കും. എങ്ങാനും ജയിച്ചാൽ ഇപ്പോ നമ്മുടെ ജിസ്നയ്ക്ക് കിട്ടിയ സമ്മാനം കൂടെ ജാൻസി ചേച്ചിക്ക് കിട്ടും. മൈ ജി ഫ്യൂച്ചർ അടിച്ച് റിവാർഡ് ലെവൽ 2 എന്താണെന്ന് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ലെവൽ 2 ഗെയിമാണ്. 10,000 രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ പൊതിച്ച തേങ്ങയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഏതെങ്കിലും രീതിയിൽ പരമാവധി ഹൈറ്റില് ഈ തേങ്ങ അടുക്കണം. ഇതിലെങ്കിലും ജയിച്ച് വരണം കേട്ടോ. ഇതിലെങ്ങാനും നിന്റെ ചേച്ചി തോറ്റാ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിനക്ക് അറിയാലോ. പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ. ഇവ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് ജയിക്കണം. And your time starts now. ഇതാ മത്സരിക്കുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്ന് മഞ്ജു. പോയ വീട് പൊട്ടട്ട് തേങ്ങ. നല്ല ഹൈറ്റില്, നല്ല ഹൈറ്റില്. അടിപൊളി. ഈ സൈഡ് ഒരു ഓട്ടയുണ്ട്, അത് അടച്ചേക്ക്. വെരി ഗുഡ്. അയ്യോ, അത് അടയ്ക്കണ്ടായിരുന്നു. സമാധാനമായിട്ട് ഇങ്ങനെ ഓ ഈശ്വര, നല്ലൊരു തേങ്ങയെല്ലാം താഴെ വീണേ. തെക വീണേ ഈശ്വര, തെക വീണേ. ഈ തുപ്പലിട്ട് നക്കി ഒട്ടിച്ച് വെയ് അങ്ങോട്ട്. ഇരിക്കട്ടെ, അനങ്ങാതെ. ആരും അനങ്ങരുത്. സമയം കഴിഞ്ഞിരിക്കാൻ പോവാണ്. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോ. 7 6 5 4 3 2 1. എന്റെ തലയിലടിച്ച് പൊട്ടിച്ച് ഞാൻ ഇറങ്ങി പോകണം. എനിക്ക് വേണ്ട. നീയാണ് ആ ടീമിന്റെ ഭാഗ്യമില്ലാത്തവൻ. നിന്റെ തല തന്നെ ആ ചേച്ചി മിക്കവാറും അടിച്ചു പൊട്ടിച്ചു. ഈ റൗണ്ടിൽ വീണ്ടും വിജയിച്ചു വന്നിരിക്കുന്നു വരാപ്പുഴയുടെ സ്വന്തം ജിസ്ന. 10,000 രൂപയ്ക്ക് ജിസ്നയ്ക്ക് എന്തൊക്കെയാ കിട്ടിയെന്നൊന്ന് പറഞ്ഞേ വിജയ്. വാട്ടർ പ്യൂരിഫയർ, കെറ്റില്, മിക്സർ ഗ്രൈൻഡർ, പിന്നെ ആദ്യത്തെ ലെവലിലെ തേപ്പ് പെട്ടി, എയർ ഫ്രയറും എല്ലാം ഈ കൊച്ചിനാണ്. അപ്പൊ ജാൻസി ചേച്ചിക്ക് നമുക്കൊരു കൺസലേഷൻ പ്രൈസ് കൊടുത്ത് പറഞ്ഞു വിട്ടാലോ? പറഞ്ഞുവിടാൻ പോണോ? യെസ്. പോകണോ വേണ്ടയോ? ഓഡിയൻസ് തീരുമാനിച്ചിരിക്കണം. പോകണം, പോയിട്ട് അടുത്ത ആൾക്ക് അവസരം കൊടുക്കാം അല്ലേ? ഒരു കൈയടി കൊടുത്ത് അടുത്ത ആൾക്ക് അവസരം കൊടുക്കണം. അപ്പൊ ചേച്ചിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? സങ്കടമില്ല. കാരണം എന്റെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്റെ ഒപ്പം ഇരുന്നെങ്കിൽ ഞാൻ മത്സരബുദ്ധിയോട് തന്നെ മത്സരിച്ചത്. പക്ഷേ എന്റെ ഒപ്പം വന്നൊരു കുഞ്ഞാണ്. അവളെ കവർന്ന് എനിക്കൊരു സമ്മാനം വാങ്ങിക്കാൻ നമ്മളെ കണ്ട് തേങ്ങയൊക്കെ തെക്ക് വടക്ക് കിടന്ന് പാടുന്ന ചുമ്മാ തള്ളല്ലേ ചേച്ചി. തോറ്റാക്ക വെറുതെ ചേരെ പോയി ഇരുന്നാ പോരെ. എന്റെ കൊച്ചു കഷ്ടപ്പെട്ടാണ് മത്സരിച്ച, കൈയടിച്ച്. അപ്പൊ ചേച്ചിക്ക് ലഭിക്കുന്ന സമ്മാനം നല്ല പാലക്കാട് നാച്ചുറൽ നെല്ലരി റൈസ്. ഗുണ്ടഗിരി. എങ്ങനെയാണ് താങ്കൾ ഗുണ്ടയായത്? എൻ്റെ വീട്ടില് അമ്മയും അനിയത്തിയുണ്ട്. അച്ഛൻ ശങ്കരൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണ്. അച്ഛൻ ആ നാട്ടിലെ പ്രമുഖനായ ഒരു ഗോപാൽജി എന്ന് പറഞ്ഞ ഒരു പ്രമാണിയുടെ വലങ്കയായിരുന്നു. ഗോപാൽജിക്ക് വേണ്ടി ഒരു കേസിൽ അകപ്പെട്ട് ജയിലിലായിരുന്നപ്പോൾ, ലോക്കപ്പിലായിരുന്നപ്പോഴാണ് മരിച്ചത്. അത് കാരണം ഗിരിക്കും
കുടുംബത്തിനും പോലീസുകാരോട് വളരെയധികം കുട്ടിക്കാലം മുതലേ ദേഷ്യമായിരുന്നു. വിശദമായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയണം, എങ്ങനെയാണ് ആ പോലീസുകാരുടെ തലയിൽ പോയി കയറി കൊടുത്തതെന്ന്. അപ്പൊ നമുക്ക് അടുത്ത ലെവൽ മത്സരത്തിലേക്ക് പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഡാൻസ് മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോറി, എന്റെ ഡാൻസാ മോളെ. നിർത്തണേ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ, നമ്മൾ ഇച്ചിരി ഓൾഡ് ജനറേഷൻ ആണെങ്കിലും എന്നാ ഡാൻസ് ആയിരുന്നു ഈ ചേട്ടൻ. കയ്യടി കൊടുത്തേ. നിസ്സംശയം നമുക്ക് തെരഞ്ഞെടുക്കാം. ആരെ അങ്ങനെ തീരുമാനിക്കാം. പേര് പറഞ്ഞോ? ഫെമി മാനുവൽ. അപ്പൊ നമ്മള് ഫെമി മാനുവൽ അങ്ങ് സെലക്ട് ചെയ്യുവാണ്. ഫെമി മാനുവൽ 2 ഗെയിമിലെ അതിഗംഭീര തോൽവിക്ക് ശേഷം നമ്മുടെ ടീം ഇതാ തിരിച്ചു വരാൻ പോവുകയാണ്. കോൺസ്റ്റബിൾ മഞ്ജു, അത് നമ്മൾ തിരിച്ചു വരുന്നത് ആരിലൂടെ നേലേ ദാണ്ട ഈ നിൽക്കുന്ന പെൺ സിംഹത്തിലൂടെയാണ്. അങ്ങോട്ട് പറഞ്ഞു കൂടെ ആരെന്ന്. അത്ലീറ്റ് ആണ്. 100 മീറ്റർ ഒക്കെ എത്ര സെക്കൻഡ് തീർക്കും? അങ്ങനെ സെക്കൻഡ്സ് അല്ല, ഞാൻ ഓൾറെഡി നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട്. നാഷണൽ ലെവൽ നീ തീർന്ന് ചൂടുവെള്ളം കിട്ടുമോ? ഈറ്റൂഷയുടെ അനിയത്തി ഒന്നും അല്ലല്ലോ. പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ലെവൽ 3ലേക്ക് പോവാം. ലെവൽ 3ലെ പ്രൈസ് എന്താണെന്നറിയാവോ? 15,000 രൂപയുടെ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണേ? ഒരു വലിയ വാഷിംഗ് മെഷീൻ. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE ഹാർമണി ചിട്ടികൾ and special partner ISSD require a job, acquire a skill and special partner Happy Pickles. Welcome back. This is MyG Future അടിച്ച് കേറി വാ. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ പാർട്ണറായിട്ട് വരുന്ന KSFE ഹാർമണി ചിട്ടികളാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചിട്ടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ 100 പേരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു സിംഗപ്പൂർ യാത്ര മെഗാ സമ്മാനമായി ലഭിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് KSFE ചിട്ടിയിൽ ഓടിപ്പോയി ചേർന്നോ. KSFE ചിട്ടിയല്ല, KSFE ഹാർമണി ചിട്ടികൾ. അപ്പോ നമ്മുടെ ലെവൽ 3ലെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ പരിപാടിയാണ്, കൈ ഉപയോഗിക്കാതെ ഈ ജസ്റ്റ് ഇതിങ്ങനെ തന്നെ ഡാൻസ് ഒക്കെ കളിച്ച് ഈ കുപ്പി എങ്ങനെ തട്ടി ഇടണം. അപ്പൊ നിങ്ങളുടെ സൈഡിൽ 5 എണ്ണം ഉണ്ട്, ഈ സൈഡിൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടാ, ഈ കളറിൽ നിങ്ങൾക്ക് ഒരെണ്ണേ കാണാൻ പറ്റൂ. ആര് ഇത് ആദ്യം അടിച്ചിടുവോ അവരായിരിക്കും ജയിക്കുന്നത്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ടൈം സ്റ്റാർട്ട്സ് നൗ. മത്സരം ആരംഭിച്ചിരിക്കുന്നു. കാലോചിക്കാൻ പാടില്ല. അവന്റെ പള്ളക്ക് ഒരെണ്ണം കൂടെ. കൈയടിക്ക്. ആടി. അയ്യോ ആടി. സൂപ്പർ സൂപ്പർ. ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇങ്ങോട്ട് വാ എന്റെ പൊന്നു മുത്തേ. അത് എണീറ്റപ്പോ യവൻ വീണ്. അങ്ങനെ പ്രിയപ്പെട്ട വരാപ്പുഴക്കാരെ, 3ാമത്തെ റൗണ്ട് മിന്നിമായി എന്ന പ്രകടനവുമായി വിജയിച്ചിരിക്കുന്നു നമ്മളുടെയൊക്കെ സ്വന്തം ജിസ്ന. അപ്പൊ നമ്മുടെ ജിസ്നയ്ക്ക് ലഭിച്ചിരിക്കുന്ന 30,000 രൂപ വില വരുന്ന സമ്മാനങ്ങളാണ്. വാഷിംഗ് മെഷീന്റെ കൂടെ ഞങ്ങൾ നേരത്തെ എടുത്ത സമ്മാനങ്ങൾ കൂടെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നിന്റെ ഉസൈൻ ബോൾട്ടിനോട് പറ ഒരു 100 മീറ്റർ ഓടിയിട്ട് വരാം. നല്ല ചിറകാണ്. ചിലപ്പം തുടക്കത്തിൽ വന്നപ്പോൾ ഒരു വാമപ്പ് കിട്ടാം. ഇതൊരു വാമപ്പ് മത്സരം മാത്രമായിരുന്നു നമുക്ക്. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞ ഒരു ലക്കി ഡ്രോ ആണ്. ഇന്ദിര ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ആമ്പർ, ഈസ്റ്റേൺ 5 മിനിറ്റ് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഈ കവറിലുണ്ട്. ഉറപ്പായിട്ട് ഇന്ദിര ചേച്ചി അത് ട്രൈ ചെയ്തിരിക്കണം. അതെ, അതായത് പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് ഈ എപ്പിസോഡിന്റെ അവസാനം പോണത് ഒരു ജാക്ക് പോട്ട് റൗണ്ടിലേക്കാണ്.
അതായത് ഈ ജാക്ക് പോട്ട് റൗണ്ടിലെ കഴിവൊരു മാറ്ററേ അല്ല, ഭാഗ്യം മാത്രമാണ്. ഒരു ചട്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജാക്ക് പോട്ട് ആയിരിക്കും, അതായത് നിങ്ങൾ ഇപ്പോൾ നേടിയെടുത്ത സമ്മാനമായിരിക്കും. മറ്റേ ചട്ടിയിൽ ഒന്നും ഉണ്ടാവില്ല. ചട്ടിക്കുള്ളിൽ നിന്ന് 30,000 രൂപയുടെ സാധനമാണ് കിട്ടുന്നെങ്കിൽ ജിസ്നയ്ക്ക് ഇതെല്ലാം കിട്ടി അങ്ങ് കുട്ടിയെടുത്ത് വീട്ടിൽ പോവാം. ഒന്നുമില്ലെങ്കിൽ ഈ കിട്ടിയ സമ്മാനം മുഴുവൻ ഉഷ കൊണ്ടുപോകും, PT ഉഷ ഫുള്ള്. അതായത് ഈ റൗണ്ടിനൊരു പേരുണ്ട്, അടിച്ചു മോനെ. ചട്ടമ്പി പാറു സീരിയലിൽ പാറുവിനെ പ്രണയിക്കുന്ന വ്യക്തി ആരാണ്? പ്രിയൻ ഉത്തരം കറക്റ്റ്. ഷാമ്പു നൽകുന്ന ഒരു കിടിലം ഗിഫ്റ്റ് ഹാമ്പർ ആണ്. സ്വയംവര പന്തൽ സീരിയലിലെ നായകനായ സൂര്യയുടെ അമ്മയായി അഭിനയിക്കുന്ന നടി ആരാണ്? സോന നായർ. നന്ദികേശം ഹെർബൽ ഹെയർ ഓയിൽ നൽകുന്ന ഒരു മനോഹരമായ സമ്മാനമാണ് ജഡ്ജിക്ക് ലഭിക്കുന്നത്. ഏതോ ഒരു കൊട്ടത്തിനകത്ത് 30,000 രൂപയുടെ സമ്മാനമുണ്ട്. ഈശ്വര, എന്റെ ഭഗവാനെ എല്ലാ നന്മകളും വരുത്തേണമേ. അതാണ് പൊട്ടിക്കാൻ പോണ. അമ്മേ ഭഗവാനെ 4 സ്പീക്കർ പൊട്ടിത്തെറിച്ചു. ഇതിനകത്ത് ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ആ മുട്ട തുറക്കണ്ട. 2, 1 ഓപ്പൺ. എടാ, കഷ്ടപ്പാട് ഭാഗ്യവും നമ്മളാ. ഇത് നിന്റെ തലയെ വെച്ച ഈ മുട്ടത്തോട് വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഇതാ നമ്മുടെ കൊച്ചിന് ലഭിച്ചിരിക്കുന്നു 30,000 വിലയുള്ള സമ്മാനങ്ങൾ. ജിസ്നയ്ക്ക് ലഭിക്കുന്ന 30,000 രൂപയുടെ സമ്മാനം. കയ്യടേ. അടുത്ത റൗണ്ടിൽ തോറ്റുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നോക്കൌട്ട് റൗണ്ട് ആണ്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസിഡറേഷൻസ് ഒന്നുമില്ല. ഔട്ട് ആണെങ്കിൽ അപ്പ് ഇറങ്ങി അങ്ങ് പോകണം. ഇവരിൽ ആരായിരിക്കും ആ 1,05,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് പോകാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നേരം കാത്തിരിക്കണം. അതെ, ഞങ്ങൾ തിരിച്ചു വരും നാളെ വൈകുന്നേരം കൃത്യം 6 മണിക്ക്. നിങ്ങളുടെ അല്ല, നമ്മളുടെ സ്വന്തം സൂര്യ TVയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE ഹാർമോണി ചിട്ടികൾ and special partner ISSD. Require a job, acquire a skill and special partner Happy Pickle.